നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന മുതലായ അത് കുറച്ച് വലിയ ശക്തികളാണ്, അണുവായുധം എല്ലാം ഉള്ള ആൾക്കാർ. ഇതൊന്നുമല്ലാത്ത ഒരു ബംഗ്ലാദേശ് നമ്മളുടെ അയൽരാജ്യമായിട്ടുണ്ട്. അവരിൽ നിന്ന് പോലും നമുക്ക് ഭീഷണിയില്ലേ? അല്ലെങ്കിൽ ഈ ഭാവിയിൽ ഭീഷണി വരാൻ സാധ്യതയില്ലേ അവിടെ നിന്ന്? ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയൽപക്ക രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു മാറിയ രാഷ്ട്രം കൂടിയാണ്. നമുക്കറിയാം, വംഗദേശം എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു. പിന്നീട് 47 പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ പോലും ഇന്ത്യയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 1971 യുദ്ധത്തോടെല്ലാം ബന്ധപ്പെട്ട് ഈ കിഴക്കൻ പാകിസ്ഥാൻ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വിഘടിച്ചു മാറുമ്പോൾ അതിന് സഹായമായിട്ട് പ്രവർത്തിച്ചത് ഈ റോയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ ആർമിയാണ്. ആ ഇന്ത്യൻ ആർമിയോട് ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ചാവേർ സംഘമുണ്ടായിരുന്നു, മുക്തി ബാഹിനി എന്ന് പറയുന്ന. അപ്പോൾ അവരുടെ എല്ലാം പ്രവർത്തനമായിട്ടാണ് കിഴക്കൻ പാകിസ്ഥാൻ ഈ പറയുന്നൊരു വിജയം നേടിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടാകുന്ന ഒരു ഭരണകൂടം വരുന്നു. അപ്പോൾ ആ ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഇന്ത്യ അനുകൂല നിലപാടാണ് അവരെപ്പോഴും പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ അനുകൂല നിലപാടെന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അയൽരാജ്യമാണ് ഇന്ത്യ എന്നൊരു കാഴ്ചപ്പാട് അവർ നിലനിർത്തിയിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ഒരു സൗഹാർദ്ദപരമായൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു ഈ പറഞ്ഞ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വിരുദ്ധശക്തിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അവരുടെ പിതാവായിട്ടുള്ള മുജീബ് റഹ്മാനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന അവാമി ലീഗ് ഭരിക്കാത്തൊരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ ശക്തിയുള്ളൊരു കാലഘട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 1990 കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപപ്പെട്ടുള്ള വിഘടനവാദ ശക്തികളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് തന്നെയായിരുന്നു. ഈ ഉൽഫ എന്ന് പറഞ്ഞ ആ ഒരു ഭീകര സംഘടനയുടെ 14ലധികം ക്യാമ്പുകൾ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഗ്രാമങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന നാഗാലാൻഡിൻ്റെ പ്രത്യേക ഭരണത്തിനായിട്ടുള്ള തീവ്രവാദികളുടേതായിട്ടുള്ള അവരുടെയും ഈ പറയുന്ന അവരുടെയും ക്യാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിർത്തി ഗ്രാമങ്ങളെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സമയം കഴിഞ്ഞു. പിന്നീട് ഷെയ്ഖ് ഹസീന പിന്നീട് അധികാരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവാമി ലീഗ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ എല്ലാം ഒരു എണ്ണം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഷെയ്ഖ് ഹസീനയുടെ തിരോധാനം, ആ തിരോധാനം എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ള ശക്തികളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രത്യാഘാതം തന്നെ അല്ലെങ്കിൽ ഒരു പ്രതിഫലമായിരുന്നു ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ ഈ അവിടെ നിന്നുണ്ടാകുന്ന പലായനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിടിമുറുക്കിയിട്ടുള്ള ഇസ്ലാമിക ശക്തികളുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രമായ ചിന്താഗതി പുലർത്തുന്ന സംഘങ്ങളെല്ലാം തന്നെ ഷെയ്ഖ് ഹസീനയോട് ബന്ധപ്പെട്ട് വരുന്ന തിരോധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ നിലനിർത്തിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇന്ത്യയാണെന്നൊരു ബോധവും ആ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയും ഇന്ത്യക്കുള്ള എതിർപ്പ് തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഷെയ്ഖ് ഹസീനയോട് ബന്ധപ്പെട്ട് വരുന്ന അവാമി ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന പാർട്ടിയെ അവർ ഇന്നും കണക്കാക്കുന്നത്, അതായത് അവിടെ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു, അതായത് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണെന്നും തീവ്രവാദത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വക്താവാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഹസീനയോട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മളൊരു ആതിഥേയത്വം അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഭീകരവാദമായി മുന്നോട്ട് പോകുന്ന ഷെയ്ഖ് ഹസീനയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ ഈ പറയുന്നത് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ നമ്മൾ കണക്കാക്കുന്നത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ അണിയടിക്കാനുള്ള ഒരു കാരണമായിട്ട് ഷെയ്ഖ് ഹസീന മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായിരുന്നപ്പോൾ അസർബൈജാനുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള അല്ലെങ്കിൽ തുർക്കിയുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ അവരുടെ ഒരു ശക്തമായ ഒരു വക്താക്കൾ ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടക്കാല സർക്കാരിൻ്റെ കാലഘട്ടം, അതായത് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇടക്കാല സർക്കാർ, അതിനുശേഷം അവിടെ തിരഞ്ഞെടുപ്പുണ്ടായി. ആ ഇടക്കാല സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 13 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ്, വിദേശകാര്യ സെക്രട്ടറി അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകുന്ന ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തീവ്രമായ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന ഇന്ത്യക്കെതിരെ പുതിയ ആശയങ്ങൾ മെനഞ്ഞെടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി
മനസ്സിലാക്കേണ്ട ജമാഅത്ത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന സംഘടനയ്ക്ക് 2013 മുതൽ ബംഗ്ലാദേശിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. 2014-ലും 2019-ലും ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയാത്തൊരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ ഈ പറയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധിപനോട് അല്ലെങ്കിൽ ആ ഭരണകൂടത്തോട് ബന്ധപ്പെട്ട ഒരു വക്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തിയുടെ ഒരു കൂടിയാലോചനയാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ടുള്ള 7 സംസ്ഥാനങ്ങളെ ഈ ബംഗ്ലാദേശിൻ്റെ മാപ്പിൽ അവരുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളെ രേഖപ്പെടുത്തിയ ഭൂപടം ഈ പറഞ്ഞ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന അതിഥിക്ക് ഇവർ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സന്തോഷപൂർവ്വമാണ് ഈ മാപ്പിനെ അല്ലെങ്കിൽ ഈ ഭൂപടത്തെ അവർ സ്വീകരിക്കുന്നത് മനസ്സിലാക്കണം. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, അരുണാചൽ പ്രദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ചൈന എല്ലാ കാലത്തും കയ്യേറാറുണ്ട്. അപ്പോൾ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ ഈ ബംഗ്ലാദേശിൻ്റെതാണെന്നുള്ള രീതിയിലുള്ള ഭൂപടം ഉണ്ടാക്കുന്നു. ആ ഭൂപടം പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവിന് സമ്മാനിക്കുന്നു, അവരതിനെ ആശീർവദിക്കുന്നു. അതേ സമയത്ത് തന്നെ അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്, ഇന്ത്യയുടേതായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ബംഗ്ലാദേശിൻ്റെതാണെന്ന് പറയുന്നു. അതിന് പാകിസ്ഥാൻ അംഗീകരിക്കുന്നു. പാകിസ്ഥാന്റെ സഖ്യകക്ഷിയാണ് ചൈന നമുക്കറിയാം. അപ്പോൾ ചൈന ഈ പറയുന്ന അരുണാചൽ പ്രദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ കയ്യേറ്റം നടത്തുന്നുണ്ട്. ഇവിടെ നട്ടലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രവണത ബംഗ്ലാദേശ് കാണിക്കുന്നുണ്ട്. കാരണം ചൈന കയ്യേറുന്ന അല്ലെങ്കിൽ ചൈന പറയുന്ന അവകാശവാദങ്ങൾ, ആ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും ഭൂപ്രദേശങ്ങളാണ്. ചൈന മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ ബംഗ്ലാദേശെ സംബന്ധിച്ചു കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഭാഗങ്ങൾ ബംഗ്ലാദേശിൻ്റെതാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശിൻ്റെതാണെന്ന് പറഞ്ഞ ആ പ്രദേശങ്ങളിൽ ചൈന കയ്യേറ്റം നടത്തിയാൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ബംഗ്ലാദേശും ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ത്രികക്ഷി സഖ്യം തന്നെയാണ് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലുണ്ടാകുന്ന ഏതൊരു പ്രവർത്തനവും അവർ ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നുണ്ട്, അതിനെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഈ പറയുന്നൊരു ശക്തിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുകെട്ടിൻ്റെ ഈ പറയുന്നൊരു ശത്രുത ഇന്ത്യ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്.